നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ അൽ അഹ്ലി എന്ന ഈജിപ്ഷ്യൻ ക്ലബിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്രസീലിയൻ ക്ലബ്ബ് ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരായ കോപ്പ ലിബർട്ടഡോറസിൽ ജേതാക്കളായ ഫ്ലുമിനൻസ് ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് അൽ അഹ്ലിയെ ഫ്ലുമിനൻസ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഫ്ലുമിനൻസിന് വേണ്ടി ജോൺ അരിയാസും ജോൺ കെന്നഡിയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ നടന്ന മത്സരത്തിൽ ബ്രസീലിയൻ ടീമിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് ജർമ്മൻ കാനോയും ഗാൻസോയും ജോൺ അരിയാസും കെനോയും ഒക്കെ ഒരുമിച്ചായിരുന്നു. അവരുടെ നിരയിൽ ബ്രസീലിയൻ ഇതിഹാസ താരം മാർസലോ കളിക്കാനുണ്ടായിരുന്നു. ഏതായാലും കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതം, പിന്നീട് 71-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് അരിയാസ് അവരെ മുന്നിലെത്തിച്ചു. ഒടുവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്ന ബ്രസീലിയൻ താരം ജോൺ കെന്നഡി ഗോളടിച്ചതോടെ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം ബ്രസീലിയൻ ക്ലബ്ബ് സ്വന്തമാക്കിയായിരുന്നു. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ 2ാം സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ന് ഉറാവ റെഡ്സും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ജിദ്ദയിൽ ഇന്ത്യൻ സമയം രാത്രി 11:30 കളി നടക്കുക. അതിലെ വിജയികൾക്കെതിരെ ഡിസംബർ 22 നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഫ്ലുമിനൻസ് ഏറ്റുമുട്ടും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.